എല്ലാവരും നീറ്റ് എക്സാമിന് തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നറിയാം. അപ്പോൾ അതൊന്നുകൂടെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട്, അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള നീറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാർ ഇട്ട് വെച്ചുള്ള ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്വന്തമായിട്ട് പിന്നീട് ചെയ്തു കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ദേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. എ ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് 150 gram has an initial velocity u is equal to 3 I cap plus 4 j cap meter per second and final velocity v is equal to minus of 3 I cap plus 4 j cap meter per second after being hit. The change in momentum is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാസ് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫൈനൽ ദ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അതുവരെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ മാസിനെ നമുക്ക് പുറത്തോട്ട് എടുത്തൂടെ? മാസ് വിൽ ബി എന്താണ്? സെയിം ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് മാസ് ഇൻറ്റു വി മൈനസ് യു. അപ്പം നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട് അല്ലേ? മാസ് ഇസ് ഈക്വൽ ടു 150 gram ആയിട്ടുള്ള നമ്മുടെ ക്രിക്കറ്റ് ബോളാണ്. സോ 150 gram ആണ്. അതിനപ്പം തന്നെ നമ്മൾ കിലോഗ്രാമിലോട്ട് മാറ്റും. ദാറ്റ് ഈസ് 0.15 kilogram. എങ്ങനെയാണ് നമുക്ക് 0.15 kilogram കിട്ടിയത്? ഡിവൈഡഡ് ബൈ 1000 ചെയ്തു അല്ലേ? ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി യു ഈസ് ഈക്വൽ ടു 3 I cap plus 4 j cap ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഫൈനൽ വെലോസിറ്റി ഈസ് മൈനസ് ഓഫ് 3 I cap plus 4 j cap എന്ന് തന്നിട്ടുണ്ട്. സെറ്റ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു അല്ലേ? ദാറ്റ് ഈസ് എം എന്ന് പറയുന്നത് 0.15 ആണ് ഇൻറ്റു വി മൈനസ് യു ആണ്. അപ്പോൾ വി ഈസ് മൈനസ് ഓഫ് 3 I cap plus 4 j cap minus and നമ്മളുടെ ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് 3 I cap plus 4 j cap. സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15 ഇൻറ്റു ഐ ക്യാപ്സിൻ്റെ ടേംസ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് 3 I cap മൈനസ് 3 I cap ദാറ്റ് ഈസ് മൈനസ് 6 I cap അല്ലേ? അപ്പോൾ മൈനസ് 6 I cap. ദെൻ നോക്കിക്കേ, മൈനസ് 2 മതുക അല്ലേ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട്. അപ്പോൾ ദാറ്റ് ഈസ് മൈനസ് 4 j cap മൈനസ് 4 j cap ദാറ്റ് ഈസ് മൈനസ് 8 j cap അല്ലേ? അപ്പോൾ മൈനസ് 8 j cap. ആൻഡ് 0.15 നമുക്കിന് ഉള്ളിലോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തൂടെ? ദാറ്റ് ഇസ് 0.15 ഇൻറ്റു 6 ഇസ് എത്ര വരും? ദാറ്റ് ഇസ് 0.9 അല്ലേ? ദാറ്റ് ഇസ് 0.9 I cap മൈനസ് 8 ഇൻറ്റു 15 ഇസ് 120 ആൻഡ് 2 ടേംസ് നമുക്ക് എന്ത് ചെയ്യണം അല്ലേ? 2 ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞ് വേണം നമ്മൾ പോയിന്റ് ചെയ്യണം. ദാറ്റ് ഇസ് 1.2. ദിസ് ഈ മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ മറക്കാൻ പാടില്ല. ദാറ്റ് ഇസ് 1.2 j cap എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമുക്ക് ഉണ്ടോ നോക്കാം അല്ലേ? അതേ, ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ്? മൈനസ് ഓഫ് 0.9 I cap പ്ലസ് 1.2 j cap എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മൈനസിന് ഒന്ന് പുറത്തേക്ക് എടുത്താൽ മതിയല്ലേ? അപ്പോൾ നമുക്കത് കിട്ടും. ദാറ്റ് ഈസ് 0.9 I cap പ്ലസ് 1.2 j cap ഈസ് അവർ ആൻസർ. ദേ നമ്മുടെ സി ആണ്, നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെറ്റ് അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 3 kg അറ്റ് റെസ്റ്റ് നൗ എ ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു 6t square I cap plus 4t j cap is applied on the object, then the velocity of the object t is equal to 3 seconds. വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് അല്ലേ ഫോഴ്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 6t square I cap plus 4t j cap ആൻഡ് മാസും തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 3 kg അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഇസ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു F/m ആണ് അല്ലേ? അപ്പോൾ 6t square I cap plus 4t j cap whole divided by 3. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? 6/3 is 2. That is 2t square I cap plus 4/3 അല്ലേ? That is 4/3t j cap. This is acceleration. Acceleration is rate of change of moment അല്ലേ? Acceleration എന്ന് പറയുന്നത് dv/dt അല്ലേ? That is dv/dt is equal to 2t square I cap plus 4/3t j cap. അപ്പോൾ നമുക്ക് വെലോസിറ്റി വേണം. ദാറ്റ് ഈസ് dv ഈസ് ഈക്വൽ ടു എന്ത് വരും? 2t square I cap plus
4 by 3 t j cap and dt നെ നമ്മൾ അങ്ങോട്ടേക്ക് എടുത്തു, that is dt. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടില്ലേ, സോ വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, രണ്ട് ഭാഗത്തും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്കറിയാം x raised to n is x raised to n plus 1 അല്ലേ. x raised to n ൻ്റെ integral x raised to n dx is x raised to n plus 1 by n plus 1. അത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, നമ്മൾ മാത്സിൽ പഠിച്ചതാണ്. That is equal to 2, 2 is constant, അതുപോലെ തന്നെ ഇട്ടു, that is t square, that is t square ആകുമ്പോൾ t is 2 plus 1, that is 3 divided by 3 I cap plus 4 by 3 t അല്ലേ, that is t square by 2 എന്ന് വന്നു. That is velocity. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, വെലോസിറ്റി അറ്റ് 3 seconds ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ചെറുതാക്കി എഴുതാം അല്ലേ. അപ്പോൾ that is 2t cube by 3, okay, 2t cube by 3 I cap plus they 4 by 3, this 2 and 2 4 cancel ചെയ്താൽ ബാക്കി എന്തുണ്ട്, that is 2t square by 3 g cap. ഓക്കെ, ഇനി എന്തായിരുന്നു, വെലോസിറ്റി അറ്റ് 3 seconds ആണ് അല്ലേ, 3 സെക്കൻഡ് ആകുമ്പോഴുള്ള വെലോസിറ്റി അറ്റ് t is equal to 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടിക്ക് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി, ജസ്റ്റ് 3 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 2 into 3 cube by 3 plus 2 into 3 square by 3. അപ്പോൾ 3 ഓരോ 3 വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ, ജസ്റ്റ് 3 ഒരു 3 ക്യാൻസൽ ആയി, ദാറ്റ് ഇസ് 2 into 3 സ്ക്വയർ ആണ് അവിടെ ബാക്കി വരിക, പ്ലസ് 2 into 3 എന്ന് വന്നു അല്ലേ. ദാറ്റ് ഇസ് ഇവിടെ ഐ ക്യാപ്പ് ഉണ്ട്, ഇവിടെ ജെ ക്യാപ്പ് ഉണ്ട്, അത് നമ്മൾ മറക്കാൻ പാടില്ല, ഐ ക്യാപ്പ് ആൻഡ് ജെ ക്യാപ്പ് ഇസ് ദർ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 into 9 അല്ലേ, 2 into 9 is 18 അല്ലേ. അപ്പോൾ 18 ഐ ക്യാപ്പ് പ്ലസ് 6 ജെ ക്യാപ്പ് ഈസ് അവർ ആൻസർ. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷനിൽ 18 ഐ ക്യാപ്പ് പ്ലസ് 6 ജെ ക്യാപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദേ നമ്മുടെ ബി ഉണ്ട് അല്ലേ, ദാറ്റ് ഇസ് 18 ഐ ക്യാപ്പ് പ്ലസ് 6 ജെ ക്യാപ്പ് ഈസ് അവർ ആൻസർ. സെറ്റ് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, ദേ പോകുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് 6n acts on a body at rest of mass 1 kg. During this time, the body attains a velocity of 30 meters per second. The time for which the force acts on the body is എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്, ഫോഴ്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 6 Newton. ദെൻ റെസ്റ്റിലിരിക്കുന്ന ബോഡിയാണ് അല്ലേ, അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ബോഡിയാണ് എന്നുണ്ടെങ്കിൽ u ഈസ് ഈക്വൽ ടു 0. ഇനി മാസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് മാസ് ഈസ് ഈക്വൽ ടു 1 kg. ഓക്കെ, ദെൻ ഡ്യൂറിങ് ദിസ് ടൈം ദ ബോഡി അറ്റൈൻസ്, അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 30 meter per second. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് എത്ര സമയത്തേക്കാണ്, ദ ടൈം ഫോർ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ ബോഡി അല്ലേ, ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈസി ക്വസ്റ്റൻ അല്ലേ, ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ആക്സിലറേഷൻ നമുക്ക് വേണം, ദാറ്റ് ഈസ് ഫോഴ്സും മാസും ഇല്ലേ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6/1, ദാറ്റ് ഈസ് 6 meter per second square. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, വി ഈസ് 30 അല്ലേ. അപ്പോൾ വി ഈസ് 30 ഈസ് ഈക്വൽ ടു യു, റെസ്റ്റിലാണ്, സോ 0 പ്ലസ് 6 ഇൻറ്റു ടൈമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് 6t ഈസ് ഈക്വൽ ടു 30. t is equal to 30 by 6, that is equal to 5 seconds is our answer. അപ്പോൾ 5 seconds ഓപ്ഷനിലുണ്ടോ, ദേ ബി ആണ് ഓപ്ഷൻ. ഇസ് വെരി ഈസി അല്ലേ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ, ദേ അടുത്ത ക്വസ്റ്റ്യൻ. A particle of mass m moving with a uniform velocity v1 അല്ലേ. അപ്പോൾ ഒരു മാസ് എം ഉണ്ട്, അത് v1 വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു ഇമ്പൾസ് കിട്ടിയില്ല, അതിനൊരു ഇമ്പൾസ് കിട്ടിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറി, v2 ആയിട്ട് മാറി അല്ലേ, v2 ആയിട്ട് മാറി. അപ്പോൾ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുണ്ട് ഇക്വേഷൻ, എന്താണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ, ദാറ്റ് ഈസ് എം, ദാറ്റ് ഈസ് എന്താണ്, ദാറ്റ് ഈസ് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം അല്ലേ, ദാറ്റ് ഈസ് എം ഇൻറ്റു വി മൈനസ് എം ഇൻറ്റു യു ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, v1 ആയിരുന്നു ഇനീഷ്യൽ, അത് ഇമ്പൾസ് കിട്ടിയപ്പോൾ v2 ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി v2 ആണ്, മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, v1 ആണ്. അപ്പോൾ നമുക്ക് എമ്മിനെ പുറത്തേക്ക് എടുത്തൂടെ, ദാറ്റ് ഈസ് v2 മൈനസ് v1 ഈസ് ദ ആൻസർ അല്ലേ. ദേ നോക്കിക്കോ, എം ഇൻറ്റു v2, ദേ എം ഇൻറ്റു v2 മൈനസ് 1, ദാറ്റ് ഈസ് ഡി ആണ് നമ്മുടെ ഓപ്ഷൻ. ഡി ഇസ് അവർ ആൻസർ, എം ഇൻറ്റു v2 മൈനസ് v1.
അത്രേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെയും ഓപ്ഷൻ ഉണ്ടല്ലോ m × v2 - v1. ഇതെന്താ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മാഗ്നിറ്റ്യൂഡ്സ് അല്ല, നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വെക്റ്റർ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ, സെറ്റ് അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ദേ അടുത്ത ക്വസ്റ്റ്യൻ. A rope of length L and mass m is hanging from a rigid support. ഓക്കെ, അപ്പോൾ ഒരു റിജിഡ് സപ്പോർട്ടിൽ നിന്ന് ഒരു എന്താണ്, ഒരു റോപ്പ്, ഇതാണ് നമ്മുടെ റോപ്പ് എന്ന് വിചാരിക്കുക. ഓക്കെ, റോപ്പ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റോപ്പിൻ്റെ മാസ് തന്നിട്ടുണ്ട് m ആണ്, ലെങ്ത് L ആണ് അല്ലേ. അതെ, അപ്പോൾ ലെങ്ത് ഇസ് L ആൻഡ് മാസ് ഈസ് m. ഓക്കെ, ആൻഡ് ദ ടെൻഷൻ ഇൻ ദ റോപ്പ് അറ്റ് x ഡിസ്റ്റൻസ് ഫ്രം ദ റിജിഡ് സപ്പോർട്ട്. അപ്പോൾ ഇവിടെ നിന്ന് x ഡിസ്റ്റൻസ് ഇതാ, ഇത്രയാണ് x ഡിസ്റ്റൻസ് വിചാരിക്കുക. അപ്പോൾ ദിസ് പോയിന്റ്, ഓക്കെ, ഇതാണ് x ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, അവിടെയുള്ള ടെൻഷൻ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ടെൻഷൻ വിൽ ബി ആക്ടിങ് ടു അപ്വേർഡ്സ് ആണല്ലോ. അപ്പം ദേ ഇത്രയും ബോഡിയുടെ മാസ് ആയിരിക്കില്ലേ, ഇത്രയും ബോഡിയുടെ വെയിറ്റ് ആയിരിക്കില്ലേ താഴേക്ക് ഉണ്ടായിരിക്കുക അല്ലേ, അതായിരിക്കില്ലേ അവിടെയുള്ള ടെൻഷൻ ഫോഴ്സ് T എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത്രയും പോർഷൻ്റെ വെയിറ്റ് അറിയണം അല്ലേ, ഇതിൻ്റെ മൊത്തത്തിൻ്റെ വെയിറ്റ് അല്ലേ, എല്ലായിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ വെയിറ്റ് എത്രയാ, m ആണെന്നറിയാം അല്ലേ, എല്ലായിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ വെയിറ്റ് m ആണെന്നറിയാം. അങ്ങനെയാണ് എന്നുവെച്ചെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും, ഒരു യൂണിറ്റിൻ്റെ വെയിറ്റ് എന്തായിരിക്കും, ദാറ്റ് ഈസ് m/l ആയിരിക്കില്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 10 മീറ്ററുള്ള റോപ്പാണ് ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ 10 മീറ്റർ റോപ്പിൻ്റെ വെയിറ്റ് 10 കിലോഗ്രാം ആണെങ്കിൽ 1 മീറ്ററിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും, ആ 10 കിലോഗ്രാമിന് അതിൻ്റെ ലെങ്ത് ആയിട്ടുള്ള 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ, ദാറ്റ് ഈസ് 1 കിലോഗ്രാം. അതേ ഇവിടെയും ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ L എന്ന് പറയുന്ന ഒരു ലെങ്ത് ഉള്ളതിൻ്റെ മാസ് m ആയിരുന്നു. അപ്പോൾ ഒന്നിൻ്റെ അല്ലേ, 1 മീറ്ററിൻ്റെ മാസം എന്ന് പറയുന്നത് m/l ആണ്. പക്ഷെ നമുക്ക് എത്രേൻ്റെ മാസമാണ് വേണ്ടതാ, ഇത്രേൻ്റെ മാസമാണല്ലോ. ദാറ്റ് ഈസ് ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണെന്ന് അറിയണം അല്ലേ, ദാറ്റ് ഈസ് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കിക്കേ, ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് L അല്ലേ, മൈനസ് ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് x അല്ലേ. അപ്പോൾ ഈ L ൽ നിന്ന് x മൈനസ് ചെയ്ത് നമുക്ക് ഇത് കിട്ടില്ലേ, ദാറ്റ് ഈസ് ദിസ് ഇസ് L - x. അപ്പോൾ L - x-ൻ്റെ വെയിറ്റ് നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതേ L - x-ൻ്റെ വെയിറ്റ് എന്തായിരിക്കും വരിക, m/l-നെ L - x വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, അത്രയേ ഉള്ളൂ അല്ലേ, m/l × L - x. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ വെയിറ്റ് താഴോട്ടേക്ക് ഉണ്ടാവുക, അതേ ഇതാണ് മാസ് അല്ലേ, ദാറ്റ് ഈസ് m/l × L - x × g അല്ലേ. ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ വൃത്തിക്ക് എഴുതാം, ദാറ്റ് ഈസ് L - x/l × mg എന്ന്. അത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലേ. ദാറ്റ് ഈസ് ബി ഈസ് അവർ ആൻസർ, L - x/l × mg. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. If a body loses half of its velocity on penetrating 3 cm in a wooden box. ഓക്കെ, അപ്പം v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ വന്ന ആളാണ്. അപ്പോൾ ഒരു വുഡൻ ബ്ലോക്കിൽ അല്ലെ, ഒരു വുഡൻ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ഓക്കെ, ഒരു വുഡൻ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആൾ പെനട്രേറ്റ് ചെയ്തു. അപ്പോൾ പകുതി എത്തിയപ്പോൾ അല്ലേ, എത്രയാ, 3 സെൻറ്റിമീറ്റർ പെനട്രേറ്റ് ചെയ്തപ്പോൾ, 3 സെൻറ്റിമീറ്റർ പെനട്രേറ്റ് ചെയ്തപ്പം അതിൻ്റെ വെലോസിറ്റി എത്രയായി, v/2 ആയി. ഇനി കുറച്ചുകൂടെ അത് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, അതിൻ്റെ വെലോസിറ്റി 0 അല്ലേ, അതിൻ്റെ വെലോസിറ്റി 0 ആയി നിൽക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. ഇനി എത്രയും കൂടെ ഉള്ളിലോട്ടേക്ക് പോകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൗ വിൽ ഇറ്റ് പെനട്രേറ്റ് മോർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് അല്ലേ, അത് 0 ആവണേന് മുന്നേ എത്രയും കൂടെ പോകും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം ദേ v വെലോസിറ്റിയിൽ വന്ന ആൾ v/2 ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, ദാറ്റ് ഈസ് v² എന്താ, v² u² + 2as എന്ന് പറഞ്ഞ ഇക്വേഷനിലെ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ആക്സലറേഷൻ കിട്ടില്ലേ. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ v² അല്ലേ, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v/2 അല്ലേ. ഈ ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ പോയപ്പോൾ ഇനീഷ്യൽ v ആയിരുന്നു, അത് v/2 ആയി. അപ്പോൾ v/2² ഈസ് ഈക്വൽ ടു u എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് v² + 2 × ആക്സലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. s എന്ന് പറയുന്നതാണ് നമ്മുടെ 3 സെൻറ്റിമീറ്റർ ആണ് പോയത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് വന്നു, ദേ ഈ v² ഇങ്ങോട്ടേക്ക് എടുത്തു അല്ലേ. അപ്പോൾ എന്ത് വന്നു, ദാറ്റ് ഈസ് v²/2 മൈനസ് v² ഈസ് ഈക്വൽ ടു 2 × 3 × a, ദാറ്റ് ഈസ് 6a. ഈ v² അല്ലേ,
അര മൈനസ് 1 അല്ലേ, v²/2 മൈനസ് v², അത് എത്രയാ, മൈനസ് v²/2 അല്ലേ, മൈനസ് v²/2 ഈസ് ഈക്വൽ ടു 6a. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ആക്സിലറേഷൻ ആണ് വേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ, ദാറ്റ് ഈസ് v²/4 ഉണ്ടല്ലേ ഇവിടെ, ദാറ്റ് ഈസ് v²/4 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ വരിക, ദിസ് ഇസ് v²/4 അല്ലേ, v² ഉണ്ട് 2² ഉണ്ട്, ദാറ്റ് ഈസ് v²/4 ആണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് അല്ലേ v² മൈനസ് നോക്കിക്കേ, ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × v² ഈസ് v² മൈനസ് ദാറ്റ് ഈസ് 4v²/4 ഈസ് ഈക്വൽ ടു 6a. v² മൈനസ് 4v² എത്രയാ, ദാറ്റ് ഈസ് മൈനസ് 3v²/4 ഈസ് ഈക്വൽ ടു 6a. ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു മൈനസ് 3v²/4 × 6. This 6, 3 and 6 cancel. അപ്പോൾ 2 പ്രാവശ്യം, ദാറ്റ് ഈസ് മൈനസ് v²/6 എന്ന് നമുക്ക് കിട്ടി. സോറി 6 അല്ല 8 എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 4 × 2 മൈനസ് v²/8 ആണ് ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ കിട്ടി. ഇനി നമുക്ക് നോക്കിയാൽ പോരെ, ദേ v/2ഉം v ഈസ് ഈക്വൽ ടു 0 അല്ലേ. ദേ ഇനീഷ്യൽ വെലോസിറ്റി v/2ഉം ഫൈനൽ വെലോസിറ്റി 0 ആവാനുള്ള ആ ഡിസ്റ്റൻസ് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ആക്സലറേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി v/2 ആണെന്നുണ്ട് ആൻഡ് ഫൈനൽ വെലോസിറ്റി 0 ആണെന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എന്താണ് വരിക, v² ഈസ് ഈക്വൽ ടു വീണ്ടും അതേ ഇക്വേഷൻ തന്നെ, u² + 2as അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ അല്ലേ ഫൈനൽ വെലോസിറ്റി അതെന്താ, റെസ്റ്റിലേക്കായി. ദാറ്റ് ഈസ് 0² ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് v/2 അല്ലേ, ദാറ്റ് ഈസ് v/2ൻ്റെ സ്ക്വയർ പ്ലസ് 2 × ആക്സലറേഷൻ ഈസ് ദേ നോക്കിക്കേ നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് മൈനസ് v²/8 മൈനസ് v²/8 ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര ഡിസ്റ്റൻസ് അത് പാസ്സായി എന്നാണ് അല്ലേ. That is equal to 0 is equal to v² v/2² plus 2 into minus അല്ലേ, ഈ മൈനസിനെ പുറത്തേക്ക് ഇടും, ദാറ്റ് ഇസ് മൈനസ് 2v²/8 s എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെ അങ്ങോട്ടേക്ക് എടുക്കാം അല്ലേ, ഇതിനെ അപ്പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഇസ് 2v²s/8 ഈസ് ഈക്വൽ ടു v²/4. ഓക്കെ, അപ്പോൾ ഇനി നോക്കിയാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതിനൊക്കെ ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഇസ് v² ആൻഡ് v² ഗെറ്റ്സ് ക്യാൻസൽ. അപ്പോൾ s ഈസ് ഈക്വൽ ടു എന്ത് വരും, ദേ ഇതിനെ മൊത്തം ഇങ്ങോട്ടേക്ക് എടുക്കുക അല്ലേ, ദാറ്റ് ഇസ് 8 അങ്ങോട്ടേക്ക് പോയി 8/4, ഈ 2ഉം ഇവിടെ തന്നെ, ദാറ്റ് ഇസ് 8/8 എന്ന് വന്നു. ദാറ്റ് ഇസ് 1 cm ഈസ് അവർ ആൻസർ. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, ആദ്യം നമ്മൾ ഫസ്റ്റ് കേസ് എടുത്തു അല്ലേ, ഫസ്റ്റ് കേസ് 3 cm പെനട്രേറ്റ് ചെയ്ത കേസ് എടുത്തു. 3 cm പെനട്രേറ്റ് ചെയ്തത് v എന്ന വെലോസിറ്റിയിൽ ഫൈനൽ v/2 ആയി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആക്സലറേഷൻ കിട്ടി അല്ലേ. അതിനുശേഷം നമുക്ക് v/2 0 ആവുന്നത് അല്ലേ, വെലോസിറ്റി 0 ആവുന്നത് എത്ര ഡിസ്റ്റൻസ് പാസ് ചെയ്തിട്ടാണെന്നാണ് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി v/2 ആണ്, ഫൈനലി അത് റെസ്റ്റിലേക്ക് വരണം, ദാറ്റ് ഇസ് ഫൈനൽ വെലോസിറ്റി 0 ആണല്ലേ. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് ഫസ്റ്റത്തെ കേസിൽ നിന്ന് കിട്ടുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, അത്രയും നമ്മൾ ചെയ്തുള്ളൂ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ, കുറച്ച് ചെയ്യാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, a body with mass 5 kg is acted upon a force F is equal to -3I plus 4j Newton. If its initial velocity at t is equal to 0 is u is equal to 6I minus 12j meter per second, the time at which it will just have a velocity along the y-axis എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, മാസ് 5 kg അല്ലേ, ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയുടെ മാസ് 5 kg ആണ്. അതിലേക്ക് എത്ര ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, ദേ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 3I plus 4j ന്യൂട്ടൺ ആണ്. ഇനി ഇനീഷ്യൽ വെലോസിറ്റി t is equal to 0 ആകുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ y ആക്സിസിൽ മാത്രം വെലോസിറ്റി വരണം അല്ലേ. y ആക്സിസിൽ മാത്രം വെലോസിറ്റി വരണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, ദേ ഈ ഐ ക്യാപ്പുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലേ, ഐ ക്യാപ്പ് 0 ആണ് അല്ലേ, ദാറ്റ് ഇസ് v 0 ആണ്. അപ്പം നമുക്കറിയാം f is equal to നമുക്ക് തന്നു അല്ലേ, ദാറ്റ് ഈസ് f is equal to -3I cap plus 4j cap. ദെൻ മാസ് എന്ന് പറയുന്നത് 5 kg ആണെന്ന് തന്നിട്ടുണ്ട്. u ഈസ് ഈക്വൽ ടു 6I cap minus 12j cap ആണെന്ന് നമുക്കറിയാം അല്ലേ.
അപ്പോൾ വെലോസിറ്റി അല്ലേ, ഏത് സമയത്താണ് വെലോസിറ്റി y ആക്സിസിൽ മാത്രം ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y ആക്സിസിൽ മാത്രം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് ആക്സിസിൻ്റെ വെലോസിറ്റി അല്ലേ, എക്സ് ആക്സിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ, 0 i cap ആയിരിക്കണം നമ്മളുടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാലോ v ഈസ് ഈക്വൽ ടു u പ്ലസ് ATൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലില്ലേ, v നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ y ആക്സിസിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്, പക്ഷേ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സ് ആക്സിസ് 0 ആവുന്നത് കണ്ടാൽ മതി അല്ലേ. അപ്പോൾ വെലോസിറ്റി കിട്ടി, ദാറ്റ് ഇസ് ഫൈനൽ വെലോസിറ്റി 0 ആണ് എക്സ് ആക്സിസിലാവേണ്ടത്. ഇനീഷ്യൽ വെലോസിറ്റി എക്സ് ആക്സിസിൽ 6 ആണെന്നറിയാം. ആൻഡ് നമുക്ക് ആക്സലറേഷൻ അറിയാം, ദാറ്റ് ഇസ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു f/m, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ വരാം, ദാറ്റ് ഇസ് -3 i cap പ്ലസ് 4 j cap ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് -3/5 i cap പ്ലസ് 4/5 j cap. നമുക്ക് j capൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ, i cap മാത്രമേ ആവശ്യമുള്ളൂ. ദാറ്റ് ഈസ് v എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആക്സിസ് എലോങ് എക്സ് ആക്സിസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ വെലോസിറ്റി 0 ആവണം അല്ലേ, എങ്കിൽ മാത്രമേ y ആക്സിസ് മാത്രമേ ആവുള്ളൂ. u എന്ന് പറയുന്നത് നമുക്കറിയാം 6 i cap ആണ് അല്ലേ, ദാറ്റ് ഇസ് 6. ദെൻ പ്ലസ് a ആക്സലറേഷൻ ഇസ് -3/5, സോ -3/5 ഇൻറ്റു t ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈസി അല്ലേ. അപ്പം നമുക്ക് -3/5t, ഈ -3/5t നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പുറത്തോട്ടേക്ക്, ദാറ്റ് ഇസ് പ്ലസ് 3/5t വരും അല്ലേ. 3/5t ഈസ് ഈക്വൽ ടു 6, t ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 5/3, ദാറ്റ് ഈസ് 2 ടൈംസ് പോയി, ദാറ്റ് ഈസ് 10 seconds വിൽ ബി അവർ ആൻസർ. അപ്പോൾ 10 seconds ആണ് നമ്മളുടെ ആൻസർ. ഈസി അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ലിഫ്റ്റ് ഓഫ് മാസ് 1000 kg which is moving with an acceleration 1 meter per second in upward direction, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അല്ലേ. then the tension developed in the string. അപ്പോൾ ടെൻഷൻ ഡെവലപ്ഡ് ഇൻ ദ സ്ട്രിങ് എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള വെയിറ്റ് അത്ര മാത്രമേ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടുള്ളൂ. അപ്പം അപ്വേർഡ് ആണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ, ദാറ്റ് ഇസ് m ഇൻറ്റു g പ്ലസ് a ആണെന്ന് അറിയാം അല്ലേ. അപ്പം മാസ് തന്നിട്ടുണ്ടല്ലോ, മാസ് എത്രയാ, 1000 kg ആണെന്ന് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 1000 ഇൻറ്റു ജി എത്രയാണ്, ജി ഈസ് 9.8 എന്നാണ് ഇവിടെ എടുക്കേണ്ടത്. ഇത് തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 10 എന്ന് എടുത്താൽ നമുക്ക് ആൻസർ ഇവിടെ സി ആണ് കിട്ടുക. കാരണം നമ്മളുടെ ഇക്വേഷൻ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല 9.10 എടുത്തോളൂ, ജി 10 എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജി 10 എടുത്തോളൂ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 എടുക്കാം, പക്ഷെ ഇവിടെ പറയാത്തതുകൊണ്ട് നമ്മൾ 9.8 തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 9.8 പ്ലസ് 1 എന്ന് വന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 9.8 പ്ലസ് 1 എന്താ, ദാറ്റ് ഈസ് 10.8 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 10,800 വിൽ ബി അവർ ആൻസർ. ദാറ്റ് ഈസ് ബി ആണ് നമ്മളുടെ ആൻസർ. അപ്പോൾ ഇത് തെറ്റിക്കാനുള്ള ചാൻസിന് നമ്മൾ ചാടി കയറി പോയിട്ട് ജി ഈസ് ഈക്വൽ ടു 10 എന്ന് ഇവിടെ എടുക്കാൻ പാടില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെടുക്കാൻ പാടുള്ളൂ, ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു 10 എന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a body of mass 0.25 kilogram is projected with muscle velocity 100 meter per second from a tank of 100 kg. What is the recoil velocity എന്നാ ചോദിച്ചത്. അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള ആൻസർ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. മാസ് അല്ലേ, മാസ് ഓഫ് ദ ബോഡി ദാറ്റ് ഇസ് എം, സ്മോൾ എം തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.25 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മസിൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, സ്മോൾ വി ഈസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ വലിയ മാസ് അല്ലേ, ടാങ്ക് ഓഫ് മാസ് ദാറ്റ് ഇസ് ക്യാപിറ്റൽ എം, ദാറ്റ് ഇസ് 100 കിലോഗ്രാം. അപ്പോൾ റിക്കോയിൽ വെലോസിറ്റി ആണ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ വി ആണ് നമ്മളോട് കണ്ടുപിടിക്കുന്നത്. എല്ലാ സാധനവും തന്നിട്ടുണ്ട്, കണ്ടുപിടിച്ചാൽ മാത്രം മതിയില്ല. ദാറ്റ് ഇസ് ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു സ്മോൾ വി ഇൻറ്റു സ്മോൾ എം ഇൻറ്റു സ്മോൾ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ വി എത്രയാ, 0.25 into 100 divided by 100, that is 100 and 100 get cancelled, that is 0.25 meter per second is our answer. Okay, so then നമ്മുടെ ഓപ്ഷൻ ഡി is our answer. സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. A body of weight 50 Newton placed on a horizontal surface is just moved by a force of 28.2. Okay, 28.2 Newton ആണ്. Okay,
ദെൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദേ താഴേക്ക് ദേ 50 ന്യൂട്ടൺ നമ്മുടെ ഇതിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ, 50 ന്യൂട്ടൺ താഴേക്ക്. ദേ സൈഡിലോട്ട് ദേ ഇതാണ് നമ്മളുടെ നമ്മുടെ 28.2 ന്യൂട്ടൺ ആൻഡ് ദിസ് ആംഗിൾ ഇസ് 45 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ കോമ്പോണൻസ് എടുത്തുകൂടെ? ഇതിന്റെ കോമ്പോണൻറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ദേ മുകളിലോട്ടും ദേ സൈഡിലോട്ടും ഇങ്ങനെയാണ് നമ്മൾ കോമ്പോണൻറ്റ് എടുക്കുക അല്ലേ. അപ്പോൾ ഇത് കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കളറിൽ നല്ലൊരു കളറിൽ എടുക്കാം. ദേ ബ്ലൂ കളറിൽ നമ്മൾ എടുത്തു. ദേ ഇങ്ങോട്ടേക്കും ദേ ഇങ്ങോട്ടേക്കുമാണ് നമ്മുടെ എന്ത് വരുന്നത്, കമ്പോണൻസ് ഓഫ് 28.2 ന്യൂട്ടൺ വരിക. അപ്പോൾ ദേ തീറ്റേൻ്റെ അടുത്ത് കിടക്കുന്ന എന്താ വരിക? ദിസ് ഇസ് 28.2 cos 45 അല്ലേ. അപ്പോൾ ഇതോ ദാറ്റ് ഇസ് 28.2 sin 45 എന്ന് വന്നു. ഇനി താഴേക്കാണ് 50n. അപ്പോൾ മുകളിലോട്ടേക്ക് എന്തുണ്ട്? ദാറ്റ് ഇസ് മുകളിലോട്ടേക്ക് നമ്മളുടെ നോർമൽ ഉണ്ട്, ദാറ്റ് ഇസ് n. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോഴ്സസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സും കണ്ടുപിടിക്കണം, നോർമൽ റിയാക്ഷനും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടാലോ അല്ലേ, ദാറ്റ് ഇസ് 50n ഈസ് ഈക്വൽ ടു നോർമൽ അല്ലേ. നമുക്ക് നോക്കാം, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താ? 50n താഴോട്ടേക്ക് ആൻഡ് n ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട് അല്ലേ, ദാറ്റ് ഇസ് 28.2 sin 45. അപ്പം നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സസിന് നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതാണ് കിട്ടുക അല്ലേ. അപ്പം നമുക്ക് നോക്കാം, എന്താണ് നമുക്ക് കിട്ടിയത്? ദാറ്റ് ഇസ് 28.2 sin 45 പ്ലസ് n ആണ് നമ്മളുടെ 50n എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് 50 ന്യൂട്ടൺ ആണ്. ഈ n നോർമൽ ആണ്, അത് നമ്മൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് n അല്ലേ വേണ്ടത്? ദാറ്റ് ഇസ് n ഈസ് ഈക്വൽ ടു സൈൻ അല്ലേ, n ഈസ് ഈക്വൽ ടു 50 മൈനസ് 28.2 ഇൻറ്റു സൈൻ 45 ഇസ് 1/√2. അപ്പോൾ 1/√2നെയും 28.2നെയും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂലേ. √2 എന്ന് പറഞ്ഞാൽ 1.41 അല്ലേ. അപ്പോൾ 1.41ൻ്റെ എന്താണ്? ഇരട്ടിയാണല്ലേ, ദാറ്റ് ഈസ് ഇവിടെ 20 എന്ന് വരും. ദാറ്റ് ഈസ് 50 മൈനസ് 20, ദാറ്റ് ഈസ് 30 ന്യൂട്ടൺ ആണ് നമ്മുടെ നോർമൽ റിയാക്ഷൻ. ഓക്കെ, 30 ന്യൂട്ടൺ ആണ് നോർമൽ റിയാക്ഷൻ. അപ്പോൾ നോക്കിക്കേ, 2n 3n 5n 6n 10n 50 ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഡി ആണെന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് എന്താണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ആക്ച്വലി ഇത് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റും അല്ലേ. പക്ഷെ നമ്മളോട് എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഫ്രിക്ഷൻ. നമുക്ക് നോർമൽ റിയാക്ഷൻ കിട്ടി, പക്ഷെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് ν(n) ആണ് അല്ലേ. ν(n) അല്ലേ, ദാറ്റ് ഈസ് ν(n). അപ്പോൾ ഇങ്ങോട്ടേക്കല്ലേ ഫോഴ്സ്, അപ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും നമ്മളുടെ ν(n) ഉണ്ടായിരിക്കുക അല്ലേ. ν(n) ഈസ് ഈക്വൽ ടു 28.2 ഇൻറ്റു cos 45 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 28.2 ഇൻറ്റു cos 45. ദാറ്റ് ഈസ് 28.2 ഇൻറ്റു 1/√2. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ വിൽ ബി ദ ആൻസർ. അത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ലോസ് ഓഫ് മോഷൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം.